My name is Richard, and my wife Kath is sitting somewhere down the back. എൻ്റെ പേര് റിച്ചാർഡ്, ഭാര്യ സഹോദരി കാത്ത് അവിടെ പുറകിലിരിക്കുന്നുണ്ട്. I want to mention that there was quite a bit I did not understand. നേരത്തെ നമ്മുടെ പല കാര്യങ്ങളും മലയാള ശുശ്രൂഷകളും മലയാളത്തിലായതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. But what I understood was the heart of people who spoke and prayed and led us this morning. എന്നാൽ ഇവിടെ സംസാരിച്ച ആളുകളുടെയും പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുടെയും ഹൃദയം എനിക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും സാധിച്ചു. In the case of one speaker, I understood a lot more because my translator was translating for him. ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലായി. In some ways, I don't need to speak because he covered much of what I wanted to say. ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന പല ചിന്തകളുമാണ് പ്രിയ സഹോദരൻ പങ്കുവച്ചത്. But it doesn't harm us to hear things twice. എന്നാൽ വീണ്ടും ആവർത്തിച്ച് കേൾക്കുവാനായിട്ട് ഇടയാകുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. I bring you greetings from a little country called New Zealand. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ചെറിയ രാജ്യത്ത് നിന്നുള്ള ഞങ്ങളുടെ സ്നേഹാന്വേഷണം നിങ്ങളെ അറിയിക്കുകയാണ്. The city that Kath and I live in is built on volcanoes. ഞാനും ഭാര്യയും താമസിക്കുന്ന പട്ടണം എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. We are very fortunate none of them are erupting. ഇതുവരെയും ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ടില്ല എന്നുള്ളത് അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. I bring you greetings too from people from Kerala who are now living in New Zealand. I'm sorry you've lost them. ഇവിടെ മലയാളികളായ പലരും ന്യൂസിലൻഡില് ഇപ്പോൾ ആയിരിക്കുന്നുവല്ലോ, അവരുടെയും സ്നേഹാന്വേഷണം നിങ്ങളെ അറിയിക്കുകയാണ്. But we're very glad because they're wonderful people who are helping in much of our society's life. അവിടെയുള്ള ജോലികളിൽ ഞങ്ങളെ സഹായിക്കുന്ന അങ്ങനെയുള്ള അനേകരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. The message today sits on a number of things. One of them is persevere in faith despite your difficulties. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് പ്രതിസന്ധികളുടെ മധ്യത്തിലും വിശ്വാസത്തിന്റെ വേണ്ടി പോരാടുക എന്നുള്ള ആ വിഷയമാണ്. Another is suffering that we have may produce life and faith in others as God works through our suffering. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതയും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹം ഉളവാക്കുന്നു എന്നുള്ള കാര്യമാണ്. God's glory, notice this, God's glory is revealed through faithful endurance of trials. ഈ കഷ്ടത നാം അത് സഹിഷ്ണുതയോടുകൂടെ അല്ലെങ്കിൽ ദൈവകൃപയോടുകൂടെ അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു എന്നുള്ള വിഷയവും ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Spiritual illumination and understanding from God is not our effort, but God's grace working in us. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീക പ്രകാശനവും ദൈവത്തിൽ നിന്നുള്ള കൃപയും എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല, എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ദാനമാണ്. Faith in Jesus' resurrection provides hope and courage in hardship. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം നമുക്ക് പ്രതിസന്ധികളിൽ പ്രത്യാശയും ധൈര്യവും നൽകും. Let's turn to 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. I'm only going to read one word of the beginning of chapter 4 at the moment. Therefore. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലുള്ള ഒരു വാക്ക് മാത്രമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നുള്ള വാക്ക്. Paul has taught the Corinthians in 1 Corinthians, and he lived in Corinth for a period of time. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ആദ്യ ലേഖനത്തിലൂടെ അനേക കാര്യങ്ങൾ അവിടെയുള്ള വിശ്വാസികളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പൗലോസ് ചില നാളുകൾ കൊരിന്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തതായിട്ടും നാം മനസ്സിലാക്കുന്നു.
I want you to imagine for a little while that you are no longer Indian but Corinthian. അല്പസമയം നമ്മൾ ആരും ഇന്ത്യക്കാരല്ല, കൊരിന്ത്യയിലുള്ളവരാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. As though you're hearing God speak to you through Paul. പൗലോസിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുന്നതായിട്ട് നാം ചിന്തിക്കുവാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. So this is what therefore means. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതാണ് നാം മനസ്സിലാക്കുന്നത്. Paul goes back to chapter 1, 2 and 3 and says, therefore, because of what I've told you in those chapters, we can now look at something special. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ 1, 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In chapter 1 verse 3, Paul says, because we have the God of all comfort. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവം എന്ന് നമ്മളോട് വായിക്കുന്നു. I'm sure many of you have experienced the God of all comfort when tragedy comes. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ദൈവം സർവ്വാശ്വാസം നൽകുന്നവരാണ് എന്ന് നാം അനുഭവിച്ചവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. We try and comfort ourselves, but it is God's comfort that really transforms us. നാം നമ്മിൽ തന്നെ ആശ്വാസം കൊള്ളുന്നവരാണ്, എന്നാൽ ദൈവത്തിന്റെ ആശ്വാസമാണ് വാസ്തവത്തിൽ നമുക്ക് ശരിയായ ആശ്വാസം നൽകുന്നത്. In chapter 2 verse 10, we as saved sinners are forgiven. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ദൈവമക്കൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പാപക്ഷമ ലഭിച്ചിരിക്കുന്നവർ എന്നുള്ള രീതിയിൽ ദൈവത്തിൽ നിന്ന് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നാം ഓർക്കുന്നു. At times we have to forgive ourselves, but here it says we are forgiven. There's an external forgiveness that sets us free. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മോട് തന്നെ നാം ക്ഷമിക്കുവാനായിട്ട് ആവശ്യമുണ്ട്, എന്നാൽ ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അത് ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. In chapter 3 verse 6, he indicates we are ministers of a new covenant. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാനായിട്ട് പ്രാപ്തരാക്കി എന്ന് നമ്മളോട് വായിക്കുന്നു. We're not ministers of the old covenant that's based so much in law, but we are ministers of the new covenant that's based in the freedom of Jesus Christ. നാം ഇപ്പോൾ പഴയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി എന്ന് വായിക്കുന്നു. In chapter 3:18, we live in the glory of the new covenant. 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ആ പുതിയ നിയമത്തിന്റെ ആ തേജസ്സില് നാം ആയിരിക്കുന്നു, തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് വായിക്കുന്നു. The word glory comes up in all sorts of interesting places in this passage. തേജസ്സിനെ കുറിച്ച് വളരെ അനേക തവണ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. So let's go back to chapter 4, and I'll ask my translator to read for you from verse 6 through to verse 12. 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നതില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും
നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. Thank you. It is God and His work in us that we need to cooperate with. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ നടക്കുന്നതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാനായിട്ട് ആവശ്യമുണ്ട്. Notice how Paul starts in verse 6. 6-ാം വാക്യത്തിലെ ലേഖനകാരൻ അതെങ്ങനെ ആരംഭിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Let light shine out of darkness. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. He takes us back to the creation of the world in Genesis chapter 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുള്ള സൃഷ്ടിയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. And the world was full of darkness. ഈ പ്രപഞ്ചം മുഴുവനും അന്ധകാരം നിറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ And the world could not make light. വെളിച്ചം ഉണ്ടാക്കുവാൻ സാധിക്കാതിരുന്ന അവസ്ഥയിൽ Just as we are full of darkness, we rely on God to make light in us. അതേ അവസ്ഥയിലായിരുന്നു നമ്മുടെയും അവസ്ഥ. നാം അന്ധകാരത്തിൽ ഇരുട്ടിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വെളിച്ചം ലഭിക്കുവാനായിട്ട്. Jesus came into the world to give us His light. ഈ ലോകത്തിൽ വെളിച്ചം നൽകുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. When you read the scriptures, you're not trusting your own mind and heart to understand the scriptures. നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല അത് മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത്. You're trusting the Spirit of God to allow Christ to bring light to your reading. എന്നാൽ നാം ദൈവാത്മാവിൽ ആശ്രയിച്ച് നാം വായിക്കുന്ന തിരുവെഴുത്ത് നമുക്ക് പ്രകാശിതമാക്കി തീർക്കുവാനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. For this God made His light shine in our hearts to give us the light of the knowledge of God's glory displayed in the face of Jesus, of Christ. ആ ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. Where does the light of the new covenant come from? ഈ പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ പുതിയ ഉടമ്പടിയുടെ ആ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത്? It comes only from the person of Jesus Christ. അത് കർത്താവായ യേശുക്രിസ്തു എന്ന ആ വ്യക്തിയിൽ നിന്നാണ് വരുന്നത്. You can think great biblical ideas, but it's only in Jesus Christ that you have the light to understand that. നമുക്ക് പല കാര്യങ്ങളും തിരുവെഴുത്തിൽ ചിന്തിക്കാനായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ് ആ വെളിച്ചം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. I grew up in a Christian home. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ വളർന്നു വന്നവനാണ്. I'm very glad I did. അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തോഷമുള്ളവനാണ്. But in my teenage years, I moved away from God into the world. എന്നാൽ എന്റെ ടീനേജ് പ്രായത്തില് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിലേക്ക് ഞാൻ വീണുപോയി. There are regrets I have about my journey there. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ യാത്രയെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. But then I met people like you in a church, and I met my wife. Wasn't my wife then, but this young woman who was teaching with me in a school, and I began to see that God was not just up there, He is also down in here. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഒരു സ്ഥലം സഭയിൽ ഇതുപോലെയുള്ള വിശ്വാസികൾ കൂടുന്ന ഒരു സ്ഥലം സഭയിൽ കടന്നു പോകുവാനും ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവം ഉന്നതത്തിൽ വസിക്കുന്നവൻ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുവാനായിട്ട് അവിടെയുള്ള പ്രിയപ്പെട്ടവരിലൂടെ എനിക്ക് സാധിച്ചു. You did well. I tried to find God for 3 months, and every now and again I thought, God, I've got you. ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ചില നാളുകൾ ഏകദേശം 3 മാസത്തോളം ആ രീതിയിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ദൈവമേ എനിക്ക് അങ്ങേ ലഭിച്ചു എന്ന് ഞാൻ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. But the next moment I realized I had not been able to get God. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഞാൻ മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ലഭിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം. One night at midnight in my bedroom
I was walking around the room thinking, how do I get God? ഒരു ദിവസം രാത്രി അർദ്ധരാത്രിയുടെ അടുത്ത സമയത്ത് ഞാൻ എന്റെ ബെഡ്റൂമിൽ ദൈവത്തെ എനിക്ക് എങ്ങനെ ലഭിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. And finally I said, Jesus, I know now that you are real. Then I was going to say, and I want to know you, but I didn't get it out. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ഒരു കാര്യം എനിക്കറിയാം, അങ്ങ് യാഥാർത്ഥ്യമുള്ള ദൈവമാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അങ്ങേ വേണം എന്ന് കൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ അത് ഞാൻ പറഞ്ഞില്ല. When I said, Jesus, I now know that you are real, he saved me. I did not get him, he got me. കർത്താവെ, അങ്ങ് യഥാർത്ഥത്തിലുള്ള ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞ ആ സമയത്ത് എനിക്ക് ദൈവത്തെ കിട്ടി എന്നുള്ളതല്ല, ദൈവം എന്നെ പിടിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. See, if I'd gotten God, it would have been like having a pen in my pocket and I would have used God to write things. ഞാൻ ദൈവത്തെ പിടിച്ചിരുന്നുവെങ്കിൽ അത് എന്റെ പോക്കറ്റിലിരിക്കുന്ന ഒരു പേന പോലെ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടി എഴുതുവാനൊക്കെ ഉപയോഗിക്കാവുന്ന ആ രീതിയിലുള്ള ഒരു കാര്യം മാത്രം. Oh, good, you had a pen. The difference was that God now had hold of me. എന്നാൽ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവം എന്നെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. And he was now giving me the light of the knowledge of God's glory in the face of Christ. എന്ന് മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്ന പോലെ ആ ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എനിക്ക് എന്റെ ഹൃദയത്തിൽ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. This changed my life absolutely. ഇതെന്റെ ജീവിതത്തെ ആകമാനം മാറ്റി. I was not yet perfect and I won't be until I get to heaven. ഞാൻ പരിപൂർണമായി തീർന്നിട്ടുമില്ല. ഞാൻ സ്വർഗത്തിലെത്തോളം ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Yet because I live in Christ now and Christ lives in me, he makes me perfect before God even though I fail. എന്നാൽ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഞാൻ അവന്റെ സന്നിധിയിൽ പരിപൂർണനായിരിക്കും എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് അറിയുന്നു. I don't deserve any of this. It is solely by God's grace. ഇത് ഞാൻ അർഹിച്ചതല്ല, ദൈവത്തിന്റെ കൃപയാൽ ദൈവം എനിക്ക് നൽകിയതാണ്. In verse 7, 7ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ we have this treasure in jars of clay to show that this all-surpassing power is from God and not from us. 7ാം വാക്യത്തിൽ വായിക്കുന്ന ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് നമ്മളോട് വായിക്കും. This is not a jar of clay. ഇത് മണ്ണുകൊണ്ടുള്ള പാത്രമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. This can break. എന്നാൽ ഇത് പൊട്ടുവാനായിട്ടുള്ളതാണ്. I'm not going to break it. You can rest easy. ഞാനതിപ്പോ പൊട്ടിക്കാൻ പോകുന്നില്ല. But it's a container that is breakable. എന്നാൽ ഇത് പൊട്ടുവാനായിട്ട് ഉള്ള ഒരു പാത്രമാണ്, പൊട്ടുവാനായിട്ട് ഉള്ള സാധ്യതയുള്ള ഒരു പാത്രമാണ്. So all this treasure of Jesus Christ and his glory is in me, a jar of clay that's breakable. ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തിയും ദൈവത്തിന്റെ തേജസ്സും മൺപാത്രമായ പൊട്ടുവാനായിട്ട് സാധ്യതയുള്ള ഈ മൺപാത്രത്തിലാണ് ദൈവം ആക്കിയിരിക്കുന്നത്. A container that can fail. പരാജയപ്പെടുവാൻ സാധ്യതയുള്ള ഒരു മൺപാത്രം. God wants it that way because he wants us to constantly realize that he is our power and life and light. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? കാരണം നാം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിക്കുവാനായിട്ട്. Whenever I think that I succeed in something, it's only because God has worked that through me and I cooperate with his work. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ
ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം എന്നെ സഹായിച്ച് ആ കാര്യങ്ങൾ നിവർത്തിക്കുവാനായിട്ട് സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. This is why our prayers need to always begin with thankfulness to God. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ആരംഭിക്കാനായിട്ട് ഇടയാകേണ്ടത്. Paul then goes on to say some quite difficult things. തുടർന്ന് പൗലോസ് അല്പം വൈഷമ്യമുള്ള മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. Because you see, he's wanting to say that our weaknesses and the sufferings we have in life are the very place where he will produce his glory. തുടർന്ന് പറയുന്ന കാര്യത്തിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസഘട്ടങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവം ഉളവാക്കുന്നു എന്നുള്ളതാണ്. When I visit hospitals, I often hear the patients in the hospital saying, "Oh, why has God done this to me?" പലപ്പോഴും ആശുപത്രികളിലെ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണ്, എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുവദിച്ചു എന്നുള്ള ഒരു കാര്യം. Why questions are not helpful. Why questions are not helpful. നമുക്ക് മറുപടി ലഭിക്കാത്ത ചില ചോദ്യങ്ങൾ. Good man. Because why questions ask beyond what we can understand. നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നാം ചോദ്യങ്ങളായിട്ട് രൂപപ്പെടുന്നത്. Why, God, did you let this happen? Why did you do this to me? We've got no answer. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളതിന് മറുപടിയില്ല. But what are you doing, God? How can I work with you in this? Is a very different question. എന്നാൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ചോദ്യം എന്ന് പറയുന്നത്, ദൈവമേ എന്തുകൊണ്ട് അവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. He then says we are hard pressed in verse 8. We are hard pressed on every side but not crushed. 8ാം വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നത്, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. Jars of clay do not like being hard pressed on every side. മൺപാത്രങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ അതിനൊരു കഷ്ടം വരുന്നത് നല്ലതല്ല. Because they fear they're going to be crushed. കാരണം അത് പൊട്ടുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അത് മനസ്സിലാക്കും. But here Paul is saying from God, you will never be crushed. എന്നാൽ ഇവിടെ പൗലോസിലൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകുകയില്ല. So when I'm feeling a bit broken, I can say, thank you, Lord, that you're not doing this to crush me. എന്നാൽ പലപ്പോഴും തകർന്നു എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയും, ദൈവമേ സ്തോത്രം, അവിടുന്ന് എന്നെ തകർക്കുവാനായിട്ട് അനുവദിക്കുന്നവനല്ലല്ലോ എന്നുള്ളത്, തകർന്നു പോകുവാനായിട്ട് അനുവദിക്കുകയില്ലല്ലോ. Perplexed but not in despair. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. We don't understand things. Because God is so much greater. How can you and I understand God? ദൈവം എത്രയോ ഉന്നതനാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ സാധിക്കും? We cannot understand God and what He's doing, but we can honor God for His work amongst us. ദൈവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. And so we don't despair. We don't want to give up. അതുകൊണ്ട് നാം നിരാശപ്പെടുന്നില്ല, വിട്ടുകളയാനായിട്ട് നാം ആഗ്രഹിക്കുന്നില്ല. But notice, it's but not in despair. That means it's not through our effort, but trusting God to keep us alive and fresh and on the job for Him. നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇത് നമ്മുടെ സ്വന്തം ശക്തിയിലല്ല നമ്മൾ അത് ചെയ്യുന്നത്.
ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ ശക്തിയാലുമാണ് നാം ആ പ്രവൃത്തിയിൽ ആയിരിക്കുന്നത്. Persecuted but not abandoned. Verse 9. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. I've never been persecuted. I don't know what it's like. ഞാൻ അങ്ങനെയുള്ള ഉപദ്രവത്തിലൂടെ കടന്നുപോയിട്ടില്ല വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് എന്താണ് ഉപദ്രവം സഹിക്കുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. I have met and talked and prayed with many people in India who have been persecuted. എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്ന അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. They know what it's like. അതെന്താണ് ഉപദ്രവം അനുഭവിക്കുക അല്ലെങ്കിൽ ഉപദ്രവം സഹിക്കുക എന്നുള്ളത് അറിഞ്ഞിട്ടുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. Here Paul says you can be persecuted but never abandoned. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ വായിക്കും. Jesus, the light of the world, said, I will never leave you, I will never forsake you. വെളിച്ചമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Struck down but not destroyed. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. So he's saying we can be struck down. നാം വീണ് കിടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. But God will never allow us to be destroyed. എന്നാൽ നശിച്ചു പോകുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. And you know the great truth of that is that from now, or when you were saved, you have eternal life. എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. Satan, no one else, nothing that happens on this earth can cause you to be destroyed. സാത്താനോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം അനുവദിക്കുന്ന ഏത് കാര്യവും നമ്മെ നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കുകയില്ല. In verse 10, 10ാം വാക്യത്തില്, we always carry around in our body the death of Jesus, so that the life of Jesus may also be revealed in our body. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. This morning, you took the death of Jesus afresh into your bodies. ഇന്ന് രാവിലെ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കാനായിട്ട്, പുതുതായിട്ട് ഒരു പ്രാവശ്യം കൂടെ പ്രസ്താവിക്കാനായിട്ട് നാം ഇടയായല്ലോ. Jesus said, the bread is my body, the cup is my blood. Please take it into your bodies. ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം. പാനപാത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. So constantly the death of Jesus is in us. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നാം വഹിക്കുന്നവരാണ്, എപ്പോഴും നാം അത് വഹിക്കുന്നവരാണ്. We are constantly dead to sin and to the world's badness. നാം തുടർമാനമായിട്ട് പാപത്തിന് മരിച്ചവരാണ്, ഈ ലോകത്തിന്റെ തിന്മകൾക്ക് മരിച്ചവരാണ്. And when we are constantly dead to sin and the world's badness, it says that the life of Jesus will be revealed in our bodies to others. അങ്ങനെ നാം തുടർമാനമായിട്ട് പാപത്തിനും ഈ ലോകത്തിന്റെ തിന്മകൾക്കും മരിച്ചവരായി ജീവിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാക്കിയിരുന്നു. You may not like the idea, but death is important. ഇത് നല്ലൊരു കാര്യമാണ്, എന്നാൽ മരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Because death allows life. കാരണം മരണം ആണ് ജീവൻ വെളിപ്പെടുവാനായിട്ട് ഇടയാക്കുന്ന കാര്യം. When a seed is buried in the ground dead, it seems, it will sprout new life and produce hundreds of more seeds. ഒരു വിത്ത് നിലത്ത് വീണ് ചത്ത് അത് മണ്ണിൽ അടിയുമ്പോഴാണ് അത് പുതുജീവനായിട്ട് അത് വെളിപ്പെട്ട് മറ്റനേക വിത്തുകൾ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. So imagine yourself daily as dead in Jesus Christ, because He has taken the death that was for sin and for separation from God away from you. നമുക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച ആ കർത്താവ്
ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമുള്ള വേർപാട് അനുഭവിക്കേണ്ടി നമ്മുടെ ശിക്ഷ ഏറ്റ കർത്താവ് ആ മരണം നാം എപ്പോഴും വഹിക്കുന്നവരായിട്ട് ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട്. So verse 11, death is at work in us, but life is at work in you. 11-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. Go down to verse 16. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Someone read for us please verses 16 to 18. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. I'm not sure about you, but I know that outwardly I'm wasting away. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ എന്റെ കാര്യം എനിക്കറിയാം. ഓരോ ദിവസവും ഞാൻ പ്രായത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. When I was younger, I could stand up easily from a chair, but now I have to use my arms to help push me up. ചെറുപ്പമായിരുന്നപ്പോൾ കസേരയിൽ നിന്ന് എനിക്ക് ചാടി എണീക്കാമായിരുന്നു. ഇപ്പോൾ എനിക്ക് കൈയൊക്കെ കുത്തി പതുക്കെ മാത്രമേ എണീക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. One time I had a big crop of curly hair. Now I have a little bit of grey stubble on top of my head. പണ്ട് എനിക്ക് നല്ല ചുരുളൻ മുടി, നല്ല കട്ടിയായിട്ടുള്ള ചുരുളൻ മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാനും നരച്ച മുടി മാത്രമേ ഉള്ളൂ. I have to have hearing aids in so I can hear you. ഞാൻ കേൾവിക്ക് സഹായിക്കുന്ന യന്ത്രവും ചെവിയിൽ വെച്ചിരിക്കുകയാണ്. I wear glasses so that I can see you and read the words. ഞാൻ കാണുവാനായിട്ട് കണ്ണടയും ഉപയോഗിക്കുന്നു. I'm wasting away outwardly. ഞാൻ പുറമേ ഉള്ളവൻ ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. But I don't lose heart. എന്നാൽ ഞാൻ നിരാശപ്പെടുന്നില്ല. Because I'm being renewed by the light of Christ in the face of Jesus, moment by moment, hour by hour, minute by minute, every day. കാരണം എന്താണ്? ഓരോ ദിവസവും ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ഞാൻ പുതുക്കം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. I have a brother called Jeff and his wife Anne who live in New Zealand. എനിക്കൊരു സഹോദരനുണ്ട്, ജെഫും തന്റെ ഭാര്യ ആനും. അവർ ന്യൂസിലൻഡിലായിരിക്കുന്നു. Do any of you suffer from arthritis? ആർത്രൈറ്റിസ് രോഗം ബാധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട് അവിടെ? മുട്ടുവേദനയുള്ളവര്? No one? So many are there. What? So many are there. So many. Okay. My brother's arthritis is so bad that he now cannot walk by himself. He has had the front of one foot completely removed and he was threatened to have a leg removed. എന്റെ സഹോദരന് ഈ മുട്ടുവേദനയുടെ കാരണം കൊണ്ട് കാലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ തനിയെ നടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനിയും കാല് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വന്നേക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. His hands are all buckled and he can hardly use them. വിരലുകളൊക്കെ അത് ഒരു വിരൂപമായ ഒരു അവസ്ഥയിലായി, അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. He's been in and out of hospital for treatment week after week. എല്ലാ ആഴ്ചകളിലും ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലും അകത്തും പുറത്തുമായിട്ട് കഴിയുന്നു. He has many other illnesses. One that I have, which is my skin wants to form sores and so on, and cancers. മറ്റ് പല രോഗങ്ങളുമുണ്ട്. അതോടൊപ്പം ത്വക്കിലും മറ്റ് പല രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. So he's had a big piece cut out of his head and it's like a hollow there. തലയിൽ നിന്ന് ഒരു വലിയ ഭാഗം തലയോട്ടിയിൽ നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു തുറന്ന ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. His wife Anne at times is nearly at exhaustion level because of the care that he needs. തന്റെ ഭാര്യ തന്നെ ശുശ്രൂഷിച്ചിട്ട് പലപ്പോഴും അവര് വളരെ ക്ഷീണിതയാവുന്ന ഒരു അവസ്ഥയിലാണ്. But she loves him as Christ loves her. എന്നാൽ ആ സഹോദരി തന്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അവളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട്. Over a little period of time he was making jewelry out of wood.
ചില നാളുകൾ താൻ ഈ മരം കൊണ്ട് ചില ചില അലങ്കാര പണികളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. Beautiful little pieces of jewelry made out of wood. മരം കൊണ്ട് മനോഹരമായ ചില അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. And the church that he and Anne go to sell those things to help people who are in poverty. ദാരിദ്ര്യാവസ്ഥയിലുള്ളവർക്ക് ഈ വ്യക്തി ഉണ്ടാക്കുന്ന ഈ അലങ്കാര വസ്തുക്കള് ഞങ്ങളുടെ സ്ഥലം സഭ അത് വിറ്റ് അങ്ങനെ ആ രീതിയിൽ അവർക്ക് ഒരു സഹായം ചെയ്തുകൊണ്ടിരുന്നു. They have never lost the idea that God is faithful to them and is renewing them day by day. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ല. ഓരോ ദിവസവും തന്റെ വിശ്വസ്തതയാൽ ദൈവം അവരെ പരിപാലിക്കുന്നു എന്നുള്ള കാര്യം അവരെന്നും ഓർത്തുകൊണ്ടിരിക്കുന്നു. And there are people who see God's grace and love working through their ability to trust God to help them handle how Jeff's body is. ഈ പ്രിയ സഹോദരന്റെ ശരീരത്തോടുള്ള ബന്ധത്തില് ദൈവം എങ്ങനെ തന്നെ പരിപാലിക്കുന്നു സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർക്കും കണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. Verse 17, our light and momentary troubles are achieving for us an eternal glory that far outweighs them all. 17-ാം വാക്യം വായിക്കും, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. Do you see that your troubles are in God's hand producing glory? നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടങ്ങള് അത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാനായിട്ട് ഉള്ള മുഖാന്തരങ്ങളായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? And notice it's not just glory, it's eternal glory. നമ്മളോട് വായിക്കുന്നത് നിത്യഗണം എന്നുള്ളതാണ്, നിത്യമായ തേജസ്. As my brother Jeff would say, my troubles I hate. I hate my troubles. എന്റെ സഹോദരൻ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ കഷ്ടത ഞാനത് വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത്. And I've told God that I don't like them and would he take them away. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ എനിക്ക് ഈ കഷ്ടത ഇഷ്ടമല്ല, നീ അത് എന്നിൽ നിന്ന് നീക്കുമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. But he said, then I realized I'm telling God how to work in my life. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവം എങ്ങനെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ഞാൻ ദൈവത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. I need to let the light of Christ in the face of Jesus pour into my life in the midst of my troubles, and I will see that my troubles are light and momentary. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്റെ ഉള്ളിൽ വിളങ്ങുവാനായിട്ട് ഞാൻ അനുവദിക്കാനായിട്ട് ആവശ്യമുണ്ട്. And I can look forward and see that one day Jesus will take me into the glory of heaven, freed from my troubles, to an eternal glory that will last forever, that will not have troubles. അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, ഈ കഷ്ടത ഇല്ലാത്ത കർത്താവിനോട് കൂടി നിത്യത കഴിയുന്ന ആ നിത്യ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ഞാൻ ഒരു ദിവസം മാറ്റപ്പെടും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. So we fix our eyes on not what is seen, but what is unseen, since what is seen is temporary, but what is unseen is eternal. അതുകൊണ്ട് കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. How do you, we ask this question, how do you fix your eyes on the unseen? എങ്ങനെയാണ് കാണാത്ത കാര്യങ്ങളെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? Through the word of God, which you can see, it will reveal the unseen God. ഈ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഈ തിരുവഴുത്തിലൂടെയാണ് കാണുവാൻ കഴിയാത്ത നിത്യമായ കാര്യങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. Through fellowship with fellow Christians who you can see, they will help you see the unseen God. കാണുവാൻ കഴിയുന്ന സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ കാണുവാൻ കഴിയാത്ത ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു.
For Paul says, how do we as clay vessels live well in the world because we have chosen to let God save us? We live only by letting the light shine in our darkness. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മൺപാത്രങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നത്. There are all sorts of problems that we have in life. ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. For some people, it's a problem as simple as this, yet as complex. ചിലരുടെ പ്രശ്നങ്ങൾ വളരെ ലളിതമായിരിക്കാം, മറ്റുള്ളവരുടെ സങ്കീർണമായിരിക്കാം. The person is saying in their mind and heart, I'm not good enough. ഒരുപക്ഷെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ ഒട്ടും നല്ലവനല്ല എന്നുള്ളത്. And there's a partial truth in that. അതിലൊരു ഭാഗികമായ സത്യമുണ്ട്. For none of us are really good enough because we're clay vessels. നമ്മൾ ആരും നമ്മിൽ തന്നെ നല്ലവരല്ല, കാരണം നമ്മളൊക്കെയും മൺപാത്രങ്ങളാണ്. But there's a change that needs to happen. I am good enough in Christ. എന്നാൽ ഒരു രൂപാന്തരം നമ്മിൽ സംഭവിക്കാനായിട്ട് ആവശ്യമുണ്ട്. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്, അല്ലെങ്കിൽ നല്ലവനാണ്. You see the change in thinking that's happened? നമ്മുടെ ചിന്തയിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? I am not good enough has been changed to I am good enough in Christ. ഞാൻ എന്നിൽ തന്നെ നല്ലവനല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്, അല്ലെങ്കിൽ നല്ലവനാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. Later Paul will say, take every thought captive and make it obedient to Christ. അതിനോട് ചേർത്താണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അങ്ങനെ ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട്. If we really want to let the light of Christ come in our lives, we need to take wrong thoughts captive and let them become obedient to Christ. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ആ പ്രകാശനം നമ്മുടെ ഉള്ളിൽ വാസ്തവമായി പ്രകാശിക്കണമെങ്കിൽ തെറ്റായ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി ആ നല്ല ചിന്തകളോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട്. There's a doxology in 2 Corinthians from verse 11 through to 14 of chapter 13. രണ്ട് കൊരിന്ത്യർ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആശീർവാദമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. I would like for both of us to pray that doxology. Finally, brothers and sisters, rejoice. 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, തീർച്ചയ്ക്ക് സഹോദരി സഹോദരന്മാരെ സന്തോഷിപ്പിൻ. Strive for full restoration, encourage one another, be of one mind, live in peace. യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ. And the God of love and peace will be with you. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. Greet one another with a holy kiss. All God's people here send their greetings. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലും. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Thank you for allowing me to bring a message to you. I hope it's come from God rather than from me. Bless you in the name of Jesus Christ. ഈ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇടയായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ട് എടുക്കണം, എന്നിൽ നിന്നുള്ള വാക്കുകളല്ല. And thank you to my wonderful translator. Yes. Thank you.